പ്രതിശ്രുതവരനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഗായിക സുചിത്ര. ഗാർഹിക പീഡനം, സാമ്പത്തിക തട്ടിപ്പ്, വീട് കയ്യേറൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഗായിക ഉന്നയിച്ചിരിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് സുചിത്ര താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. പ്രതിശ്രുതവരനായ യുവാവ് ചെന്നൈയിലെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നും ജോലി ലഭിച്ചതിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മുംബൈയിലേക്ക് താമസം മാറിയെന്നും ഗായിക പറയുന്നു. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെക്കുറിച്ച് സൂചന നൽകിക്കൊണ്ടുള്ള സമൂഹമാധ്യമ പോസ്റ്റ് സുചിത്ര നീക്കം ചെയ്തിരുന്നു. നിരവധി ഗാനങ്ങളിലൂടെയും സിനിമാ രംഗത്തെ പിടിച്ചുലച്ച സുജി ലീക്സ് വിവാദത്തിലൂടെയും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഗായികയാണ് സുചിത്ര. സുജി ലീക്സ് വിവാദത്തിന് ശേഷമുള്ള തന്റെ ദുർബലമായ അവസ്ഥയെ യുവാവ് മുതലെടുത്തുവെന്നും വൈകാരികമായി തന്നെ ചൂഷണം ചെയ്തുവെന്നും സുഹൃത്തുക്കളിൽ നിന്ന് അകറ്റിയെന്നും സുചിത്ര പറഞ്ഞു. സുജി ലീക്സ് സംഭവത്തിന് ശേഷം ഇതിലും മോശമായി ഒന്നും സംഭവിക്കാനില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ അതും സംഭവിച്ചു. ഞാൻ പ്രണയത്തിലായി. ഒരു രക്ഷകനെ പോലെയാണ് അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നത്. അയാളെ വർഷങ്ങളായി എനിക്കറിയാം. ഞങ്ങളുടെ ബന്ധം വിവാഹ നിശ്ചയം വരെ എത്തി. എന്നാൽ എനിക്ക് അയാളിൽ നിന്ന് പലതവണ മർദ്ദനമേറ്റു. ബൂട്ടിട്ട് അയാൾ എന്നെ ചവിട്ടി. ഞാനൊരു മൂലയിലിരുന്ന് വാവിട്ട് കരയുകയും മർദ്ദിക്കരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ആദ്യ ഭാര്യ കാരണം അയാൾ തകർന്നു പോയെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ അയാൾ വിവാഹമോചനം നേടിയിട്ടില്ലെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അയാളുടെ ആദ്യ ഭാര്യ എൻ്റെ അടുത്ത് വന്ന് ഞാൻ അയാളെ തിരിച്ചെടുക്കണമെന്ന് യാചിക്കുക പോലും ചെയ്തു, സുചിത്ര പറഞ്ഞു. സുചിത്രയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. തന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്തതിനാൽ യുവാവിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും തന്റെ പണം തിരികെ ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സുചിത്ര പറഞ്ഞു. അനുവാദമില്ലാതെ അയാൾ തന്റെ വീടിന്റെ വിലാസം ആധാർ കാർഡിൽ ഉപയോഗിച്ചതിന്റെ തെളിവാണെന്ന് പറഞ്ഞ് മറ്റൊരു പോസ്റ്റും സുചിത്ര പങ്കുവച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശമാർ നടത്തുന്ന സമരം 200 ദിവസം പിന്നിട്ടു. 200-ാം ദിനമായ ഇന്നലെ സമരപന്തലിലെ കഞ്ഞിപ്പാത്രങ്ങൾ ഉപയോഗിച്ച് ഓണപ്പൂക്കളത്തിനു പകരം പട്ടിണിക്കളം തീർത്താണ് ആശമാർ പ്രതിഷേധിച്ചത്. ഓണക്കാലത്ത് പോലും അവകാശങ്ങൾ നേടിയെടുക്കാനായി തങ്ങൾ തെരുവിലാണെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. സമരം ചേർക്കാനുള്ള നടപടിയെടുക്കാത്ത സർക്കാരിനോടുള്ള ശക്തമായ പ്രതിഷേധമാണ് പട്ടിണിക്കളത്തിലൂടെ പ്രഖ്യാപിച്ചത്. ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ ഇനിയും സ്വീകരിച്ചിട്ടില്ല. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം എന്നിവ നേടും വരെ സമരവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി സംഘടനയുടെ ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 10 മുതലാണ് ആശമാർ സമരം ആരംഭിച്ചത്. കോഴിക്കോട് സംസ്ഥാനത്തെ 108 ആംബുലൻസ് നിലവിൽ നടത്തുന്ന GVK EMRA കമ്പനിക്ക് സർക്കാരിന് നൽകാനുള്ള കുടിശ്ശിക 120 കോടി രൂപയാണ്. ടെൻഡർ അവസാനിപ്പിച്ച് കേരളത്തിൽ നിന്ന് പോയാൽ ഈ തുക ഈടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുമെന്നതിനാലാണ് അടുത്ത 5 വർഷത്തേക്ക് 224 കോടി രൂപ കുറവിൽ നടത്തിപ്പ് ഏറ്റെടുക്കാൻ GVK കമ്പനി മുന്നോട്ട് വന്നതെന്നാണ് സൂചന. ജീവനക്കാരെ വെട്ടിക്കുറച്ചും ശമ്പളം കുറച്ചും ഈ നഷ്ടം നികത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നാണ് വിവരം. അതിനിടെ ടെൻഡർ രേഖകളിൽ വ്യാപകമായ മറച്ചുവയ്ക്കലും നടന്നിട്ടുണ്ട് എന്ന ആരോപണം ഉയരുന്നുണ്ട്. KMSCL നിയോഗിച്ച സ്വകാര്യ കൺസൾട്ടൻസി നടത്തിയ സാങ്കേതിക പരിശോധനയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേ കമ്പനികൾക്കെതിരെ നടപടിയെടുത്ത കാര്യം പരിഗണിച്ചില്ല. 2019-24 517 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തിരുന്ന ടെൻഡറാണ് ഇത്തവണ 293 കോടി രൂപയ്ക്ക് GVK EMRA കോട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ആംബുലൻസിനും നഴ്സും ഡ്രൈവറും ഉണ്ടാകണമെന്നായിരുന്നു ചട്ടം. പുതിയ കരാർ പ്രകാരം ആംബുലൻസിൽ നഴ്സ് ഉണ്ടാവില്ല. ലൈഫ് സയൻസ് ബിരുദധാരി വേണം എന്നു മാത്രമാണ് നിബന്ധന. 23,000 രൂപയായിരുന്നു നഴ്സിന്റെ ശരാശരി ശമ്പളം. പരിശീലനം നൽകി പുതുതായി നിയമിക്കപ്പെടുന്ന ബിരുദധാരികൾക്ക് ശമ്പളം കുറവ് നൽകിയാൽ മതിയാവും. ഇതുപോലെ നിലവിലുള്ള ഡ്രൈവർമാരും കോൾ സെന്ററിലെ ജീവനക്കാരും 5 വർഷത്തിലേറെ സേവനമുള്ളവരാണ്. 21,000, 18,000 രൂപ വീതമാണ് ഇവരുടെ ശരാശരി ശമ്പളം. ഇവരുടെ കരാർ അവസാനിപ്പിച്ച് പുതുതായി ആളുകളെ നിയമിക്കുന്നതോടെ ആ ചെലവും കുറയ്ക്കാനാണ് പദ്ധതി. നിലവിലുള്ള ജീവനക്കാരെ തുടരാൻ അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പുതുതായി കരാർ നേടുന്ന കമ്പനിക്കായിരിക്കും എന്ന വ്യവസ്ഥയും ടെൻഡറിൽ ചേർത്തിട്ടുണ്ട്. 40 വയസ്സ് കഴിഞ്ഞവരെയും പരിഗണിക്കേണ്ടതില്ല. പിരിച്ചുവിടുന്ന ജീവനക്കാരുടെ വലിയ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇതുവഴി വഴിയൊരുക്കുകയാണെന്ന് ആരോഗ്യരംഗത്തുള്ളവർ കരുതുന്നു. അവശ്യ സർവീസായ ആംബുലൻസുകളുടെ സേവനം മുടങ്ങിയാൽ ജനകീയ പ്രതിഷേധത്തിനും വഴിവെക്കും. ഭൂപതി നിയമ ഭേദഗതി ചട്ടരൂപീകരണം വേഗത്തിലാക്കാൻ ഇടത് സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഇടുക്കിയിലെ പാർട്ടി ഓഫീസ് നിർമ്മാണം. ശാന്തൻപാറയിൽ ഭൂപതി ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ ചട്ടങ്ങൾ ലംഘിച്ച് CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് ബഹുനില കെട്ടിടം നിർമ്മിച്ചത് വിവാദമായതോടെയാണ് ഭേദഗതിക്ക് സർക്കാർ വേഗം കൂട്ടിയത്.
നിരാക്ഷേപ പത്രമില്ലാതെയാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലുള്ള 8 സെന്റ് ഭൂമിയിൽ പാർട്ടി ഓഫീസിന് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് അതിജീവന പോരാട്ട വേദിയുടെ അഭിഭാഷകൻ 2023 ഓഗസ്റ്റ് 22-ന് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു. എന്നാൽ അന്നു രാത്രി തന്നെ കോടതിയുടെ വിലക്ക് ലംഘിച്ച് നിർമ്മാണം നടത്തി. ഇത് വാർത്തയായതോടെ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിർമ്മാണം പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും കോടതി അലക്ഷ്യത്തെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. 1 വർഷത്തിലധികം പാർട്ടി ഓഫീസിന്റെ നിർമ്മാണം മുടങ്ങിയതോടെ പാർട്ടി പ്രവർത്തകർ പോലും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് നേതൃത്വത്തോടെ ആവശ്യപ്പെട്ടു. പിന്നീട് കോടതി വ്യവസ്ഥകളോടെ അനുമതി നൽകിയതിനാൽ ഓഫീസ് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ഇതുവരെ ഉദ്ഘാടനം നടന്നിട്ടില്ല. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ ചട്ടം ലംഘിച്ച് നിർമ്മിച്ച ഓഫീസുകൾക്ക് ഭൂമിയുടെ ന്യായവിലയുടെ 1% ഫീസ് ഈടാക്കി ക്രമീകരിക്കാൻ പുതിയ ചട്ടത്തിൽ നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ വണ്ടി വരാൻ റോഡില്ലാത്തതിനാൽ വിദഗ്ധ ചികിത്സ ലഭിക്കാതെ ഒരാഴ്ചയ്ക്കിടയിൽ പൊലിഞ്ഞത് 2 ജീവൻ. കൂടല്ലാർകുടിയിലെ കാർത്തിക് 6.5 വയസ്സ്, ഷെബ്ഡുകുടിയിലെ അമൃതവല്ലി 50 വയസ്സ് എന്നിവരാണ് സമയത്ത് ചികിത്സ ലഭിക്കാതെ മരിച്ചത്. പനി ബാധിച്ച് കാർത്തിക് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. 11 കിലോമീറ്ററോളം മഞ്ചലിൽ ചുമന്ന് ആനക്കുളത്തെത്തിച്ച ശേഷം അവിടെ നിന്ന് കുട്ടിയെ വാഹനത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അമൃതവല്ലി മരിച്ചത് ഇന്നലെയാണ്. 20 വർഷമായി ആസ്മാരോഗിയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ സൊസൈറ്റിക്കുടിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അടിമാലിയിലെ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. എന്നാൽ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ലഭിക്കാത്തതിനാൽ ഇവർക്ക് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ഇന്നലെ രാവിലെ രോഗം വഷളായതോടെ മരിച്ചു. ഭർത്താവ് ഉത്തരകുമാർ, മക്കൾ മേനക, പ്രിയങ്ക, കൃഷ്ണൻ. പ്രമുഖ വ്യാപാരികളായ യൂസഫ്, ജാഫർ എന്നിവരെ കേരള പോലീസ് ചമച്ച് തട്ടിയെടുത്ത് ക്രൂരമായി മർദ്ദിച്ച് ഉദയൻകുളങ്ങരയിലെ വീട്ടിലെത്തിച്ച് പൂട്ടിയിട്ട സംഭവത്തിൽ 4 പേർ പിടിയിൽ. ഉദയൻകുളങ്ങര കരിക്കിൻവിള ഗ്രേസ് ഭവനിൽ സാമുവൽ തോമസ്, നെയ്യാറ്റിൻകര മുട്ടക്കാട് സ്വദേശി ബിനോയ് അഗസ്റ്റിൻ, നെയ്യാറ്റിൻകര സ്വദേശി അഭിറാം, കമുകിൻകോട് ചീനിവിള സ്വദേശി വിഷ്ണു എസ് ഗോപൻ എന്നിവരാണ് അറസ്റ്റിൽ. നെയ്യാറ്റിൻകര സ്വദേശിയായ കൊലക്കേസ് പ്രതിയടക്കം 2 പേരെ കൂടി പിടിക്കാനുണ്ട്. ഉദയൻകുളങ്ങര കൊച്ചോട്ടുകോണം കരിക്കിൻവിളയിൽ പുറത്തുനിന്ന് വാതിൽ ആണിയടിച്ചുറപ്പിച്ച വാടക വീട്ടിൽ നിന്നാണ് ചങ്ങല കൊണ്ട് ബന്ധിച്ച് വായിൽ തുണി തിരികെ നിലയിൽ വ്യാപാരികളെ കണ്ടെത്തുന്നത്. ഓൺലൈൻ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ആളിന്റെ നിർദ്ദേശപ്രകാരം വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ജാബിറും യൂസഫും ചൊവ്വാഴ്ച രാവിലെ കൃഷ്ണഗിരിയിലെത്തുന്നത്. അവിടെ പോലീസ് വേഷത്തിൽ 2 കാറുകളിലെത്തിയ സംഘം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവർ പ്രതികളാണെന്നും SP-യുടെ മുന്നിൽ ഹാജരാകണമെന്നും അറിയിച്ച് വിലങ്ങുവെച്ച് വാഹനത്തിൽ കയറ്റി. യാത്രയിൽ ഇരുവരെയും ക്രൂരമായി മർദ്ദിച്ച് 50,000 രൂപയും വില കൂടിയ വാച്ചും കവർന്നെടുത്തു. രാത്രിയോടെ കരിക്കിൻവിളയിലെ വീട്ടിലെത്തിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പൂട്ടിയിട്ടു. വീട്ടിൽ ലഹരി വിൽപ്പന നടക്കുന്നതായി വിവരം ലഭിച്ച റൂറൽ ഡാൻസ് ഓഫ് പോലീസാണ് വാതിൽ പൊടിച്ചു കയറി ഇവരെ രക്ഷിക്കുന്നത്. വീട്ടിന് സമീപമുണ്ടായിരുന്ന ഒരു പ്രതിയെ അപ്പോൾ തന്നെ പിടികൂടി. പാറശാല പോലീസ് എത്തി കൂടുതൽ പ്രതികളെയും പിടിച്ചു. തട്ടിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച കാറ്, കേരള പോലീസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ്, നക്ഷത്ര ചിഹ്നം പതിച്ച യൂണിഫോം, വ്യാജ നമ്പർ പ്ലേറ്റ്, തോക്ക്, തിരകൾ, വിലങ്ക്, മൊബൈൽ ഫോൺ തുടങ്ങിയവ കണ്ടെടുത്തു. ബാംഗ്ലൂരുവിൽ ടാക്സി ഡ്രൈവറായ സാമുവൽ തോമസിന്റെ ബന്ധുവിന്റെ വീട്ടിലാണ് ഇരുവരെയും പാർപ്പിച്ചിരുന്നത്. കേസിൽ പിടികൂടാനുള്ള പ്രധാന പ്രതി ബിജു വാടകയ്ക്ക് താമസിക്കുന്ന വീടാണിത്. പ്രതികളായ ബിനോയ് അഗസ്റ്റിൻ ജിംനേഷ്യത്തിലെ ട്രെയിനിയും അഭിറാം മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനുമാണ്. മകനെയും 26 നായ്കളെയും വാടക വീട്ടിലാക്കി യുവാവ് നാടുവിട്ടു. വിദേശത്ത് ജോലി ചെയ്യുന്ന അമ്മ പോലീസിന്റെ സഹായം തേടി മകനെ മാതാപിതാക്കളുടെ പക്കൽ ഏൽപ്പിച്ചു. 3 ദിവസമായി ഭക്ഷണവും വെള്ളവും കിട്ടാതെ വലഞ്ഞ നായ്കളെ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി ടു അനിമൽസ് SPCA പ്രവർത്തകരും ഏറ്റെടുത്തു. 3 മാസം മുൻപാണ് സുധീഷ് എസ് കുമാർ എന്ന യുവാവ് എരൂർ അയ്യമ്പിള്ളിച്ചിറ റോഡിൽ 4ാം ക്ലാസ്സുകാരനായ മകനുമായി വീട് വാടകയ്ക്ക് എടുത്തത്. മുന്തിയ ഇനം നായ്കളെയും വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. നായ്കളുടെ ശല്യത്തെക്കുറിച്ച് സമീപവാസികളുടെ പരാതിയിൽ നഗരസഭ നോട്ടീസ് നൽകി. തുടർന്നാണ് ഞായറാഴ്ച യുവാവ് നാടുവിട്ടത്. രാത്രിയായിട്ടും അച്ഛനെ കാണാതായതോടെ പരിഭ്രാന്തനായ മകൻ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന അമ്മയെ വിളിച്ചു. തുടർന്ന് അമ്മ 112-ൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. പോലീസ് കുട്ടിയെ രക്ഷിച്ച് മാതാപിതാക്കളുടെ പക്കൽ ഏൽപ്പിച്ചു. യുവാവിനെക്കുറിച്ച് വിവരമില്ല. വിശന്നു വലഞ്ഞ നായ്കളുടെ കരച്ചിൽ കേട്ട് അയൽവാസികൾ കൗൺസിലർ PB സതീശിനെ വിവരമറിയിച്ചു. അദ്ദേഹം SPCA പ്രവർത്തകരെ വിവരമറിയിച്ചിരുന്നു. 30,000 മുതൽ 50,000 രൂപ വരെ വില വരുന്ന നായ്കളെ ഉപേക്ഷിച്ചു പോയ യുവാവിനെതിരെ പരാതി നൽകുമെന്ന് SPCA ജില്ലാ സെക്രട്ടറി TK സജീവ് പറഞ്ഞു. US-ലെയും ഇന്ത്യയിലെയും അന്വേഷണ ഏജൻസികൾ സംയുക്തമായി നടത്തിയ നീക്കത്തിൽ സൈബർ തട്ടിപ്പ് സംഘത്തെ പിടികൂടി. US പൗരന്മാരെ പറ്റിച്ചു $4 കോടി, ഏകദേശം 350 കോടി രൂപ തട്ടിയെടുത്ത സംഘമാണ് വലയിലായത്. ഇക്കാര്യം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ച ഇന്ത്യയിലെ US എംബസി സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത് നിർണായകമാണെന്നും വ്യക്തമാക്കി.
2023 മുതൽ US പൗരന്മാരെ ലക്ഷ്യമിട്ട് തട്ടിപ്പു നടത്തിയിരുന്ന സംഘമാണ് ഓപ്പറേഷൻ ചക്ര എന്ന ദൗത്യത്തിൽ പിടിയിലായത്. അമൃത്സർ, ഡൽഹി എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സംഘത്തിലെ പ്രധാനികളായ 3 പേർ അറസ്റ്റിലായിരുന്നു. 54 ലക്ഷം രൂപ ഇവരിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. US പൗരന്മാരുടെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ കടന്നുകയറി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തിയാണ് ഇവർ തട്ടിപ്പു നടത്തിയിരുന്നത്. സാങ്കേതിക സഹായം ലഭ്യമാക്കാനെന്ന പേരിൽ ഇവരെ ബന്ധപ്പെട്ടായിരുന്നു നീക്കം. ബാങ്ക് വിവരങ്ങൾ ചോർന്നുവെന്നും അക്കൗണ്ടിലെ ഫണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ച ശേഷം പണം ക്രിപ്റ്റോ വാളറ്റിലേക്ക് മാറ്റാൻ നിർബന്ധിക്കുകയാണ് ചെയ്തിരുന്നത്. ഈ മാസം 18-ന് CBI ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അമൃത്സറിൽ നടന്ന പരിശോധനയിൽ അനധികൃത കോൾ സെന്റർ കണ്ടെത്തുകയും 34 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്വേഷണത്തിനായി ഇന്റർപോളിന്റെയും FBIയുടെയും പിന്തുണ CBI തേടിയിരുന്നു. US-ലെ മിനസോഡ സംസ്ഥാനത്ത് സ്വകാര്യ സ്കൂളിൽ നടന്ന വെടിവയ്പിൽ 2 കുട്ടികളടക്കം 3 പേർ കൊല്ലപ്പെട്ടു. 17 പേർക്ക് പരിക്കേറ്റു. മിനിയപ്പിലിസ് നഗരത്തിലെ അനൻസിയേഷൻ കാത്തലിക് സ്കൂളിൽ കുർബാനയിൽ പങ്കെടുക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെയാണ് വെടിവയ്പുണ്ടായത്. അക്രമി പിന്നീട് ജീവനൊടുക്കിയെന്ന് പോലീസ് പറഞ്ഞു. 2300 വിദ്യാർത്ഥികളുള്ള ഒരു സ്വകാര്യ എലിമെന്ററി സ്കൂളാണിത്. മിനിസോഡയിലെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അക്രമത്തിൽ പരിക്കേറ്റതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. ഇവർ ചികിത്സയിൽ തുടരുന്നു. ചിലരുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചുനിരത്തി ഇസ്രയേൽ ടാങ്കുകൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു. സിറ്റിയുടെ കിഴക്ക് സൈദൂൻ, സബ്ര, ഷെജയ്യ എന്നിവിടങ്ങളിൽ കനത്ത ബോംബിംഗ് തുടർന്നു. 4 വയസ്സുള്ള പെൺകുട്ടിയടക്കം 32 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ ഉന്നത നേതാവ് മഹ്മൂദ് അൽ അസ്വദിനെ വധിച്ചതായും ഇസ്രയേൽ സേന അവകാശപ്പെട്ടു. ഗാസ സിറ്റിയുടെ വടക്കൻ മേഖലയിലെ ഇബാദ് അൽ റഹ്മാൻ പ്രദേശമാണ് ടാങ്കുകൾ വളഞ്ഞത്. പിന്നീട് ജബാലിയയിലേക്ക് പിൻവാങ്ങി. പട്ടിണി മൂലം ഇന്നലെ 10 പേർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മരണം 119 കുട്ടികളടക്കം 313 ആയി. ഗാസയിൽ ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 62,896 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്നാരോപിച്ചാണ് ഇവിടം പിടിച്ചെടുക്കാനുള്ള പടനീക്കം. നിലവിൽ ഗാസയുടെ 80% പ്രദേശവും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അതിനിടെ പലസ്തീൻ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ വൈറ്റ് ഹൌസിൽ യോഗം ചേർന്നു. യുദ്ധാനന്തര ഗാസയിലെ നടപടികൾ സംബന്ധിച്ചാണ് ചർച്ചയെന്നാണ് സൂചന. വാഷിംഗ്ടണിലുള്ള ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ ഇസ്രയേൽ നഗരങ്ങളിൽ ഇന്നലെയും തുടർന്നു. അതേസമയം സിറിയയിലെ ഡമാസ്കസിലെ ഗ്രാമീണ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ 6 സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടു. US-ൽ 16കാരൻ ജീവനൊടുക്കിയതിന് കാരണം ChatGPT ആണെന്നാരോപിച്ച് OpenAIക്കെതിന് മാതാപിതാക്കൾ കോടതിയിൽ. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ചാറ്റ്ബോട്ടായ ChatGPT മകൻ ആദം റെയ്നെ മരിക്കാൻ പ്രേരിപ്പിച്ചുവെന്നാരോപിച്ചാണ് മാതാപിതാക്കളായ മാറ്റ് റെയ്നും മരിയയും കമ്പനിക്കെതിരെ കാലിഫോർണിയ കോടതിയെ സമീപിച്ചത്. ഏപ്രിലിൽ ജീവനൊടുക്കിയ ആദം ChatGPTയുമായി നടത്തിയ ചാറ്റുകൾ തെളിവായി കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ വർഷം അവസാനം സ്കൂൾ പഠനത്തിന് സഹായമായിട്ടാണ് ആദം ChatGPT ഉപയോഗിച്ചു തുടങ്ങിയത്. ചാറ്റ്ബോട്ടുമായി അടുപ്പം സ്ഥാപിച്ചതോടെ കഴിഞ്ഞ ജനുവരിയിൽ ആത്മഹത്യയെപ്പറ്റി ചർച്ച ചെയ്തു തുടങ്ങി. കുട്ടിയെ തടയുന്നതിനു പകരം ചാറ്റ്ബോട്ട് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് കേസ്. അവസാന ചാറ്റുകളിൽ ആദം താൻ ജീവനൊടുക്കാൻ പോകുന്നു എന്ന് ChatGPTയോട് വ്യക്തമാക്കിയിരുന്നു. കുട്ടിയുടെ മരണത്തിനുശേഷം മാതാപിതാക്കൾ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ചാറ്റുകൾ കണ്ടത്. ആളുകളിൽ മാനസിക വിധേയത്വം ഉണ്ടാക്കും വിധമാണ് ChatGPT രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ആരോപിക്കുന്ന കേസിൽ OpenAI CEO സാം ഓൾട്ട്മാനാണ് മുഖ്യപ്രതി. മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ OpenAI കേസ് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് വിശദീകരിച്ചു. തീവ്ര മാനസിക സംഘർഷങ്ങളിൽ ChatGPTയെ ആശ്രയിക്കരുത് എന്ന് OpenAIയുടെ വെബ്സൈറ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അടിയന്തര ഘട്ടങ്ങളിൽ വിദഗ്ധരുടെ സഹായം ലഭ്യമാക്കാനുള്ള ഹെൽപ്പ് ലൈൻ US-ലും UK-ലും ആരംഭിച്ചതായും കമ്പനി വ്യക്തമാക്കി. 43 ലക്ഷം രൂപ നൽകി ഉടുത്തുണിയില്ലാതെ അവധിക്കാലം ആഘോഷിക്കാൻ ബിഗ് ന്യൂഡ് ബോട്ടുമായി US ആസ്ഥാനമായ ബെയർ നെസസിറ്റീസ് എന്ന കമ്പനി. ഫ്ലോറിഡയിലെ മയാമിയിൽ ആഡംബര കപ്പലിലാണ് വസ്ത്രം ധരിക്കാതെയുള്ള വിനോദസഞ്ചാരം. അടുത്തിടെ നിർത്തിവച്ച ആഘോഷം 2026-ൽ വീണ്ടും ആരംഭിക്കുകയാണെന്ന് കമ്പനി അറിയിച്ചു. വസ്ത്രം ധരിക്കാതെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായി മനോഹരമായ ദ്വീപുകളിലേക്കാണ് കപ്പൽ യാത്ര. 11 ദിവസമാണ് യാത്ര. ബോഡി പോസിറ്റിവിറ്റിയും പരസ്പര ബഹുമാനവുമാണ് യാത്രയുടെ കാതൽ. ലൈംഗികതയ്ക്കപ്പുറം ആശ്വാസവും ആത്മവിശ്വാസവും നൽകുകയാണ് യാത്രയുടെ ലക്ഷ്യം.
വസ്ത്രങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ബീച്ചുകളിൽ ഓടിക്കളിക്കാനും കോക്ടെയിൽ കുടിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് പലരെയും ഇതിലേക്ക് ആകർഷിക്കുന്നത്. 2300 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഫ്ലോട്ടിംഗ് പ്ലേഗ്രൗണ്ടാണ് നോർവീജിയൻ പേൾ എന്ന ക്രൂയിസ് കപ്പൽ. 16 റെസ്റ്റോറന്റുകൾ, 14 ബാറുകൾ, 2 ബോളിംഗ് ലൈനുകൾ, ഒരു കാസിനോ, ഒരു സ്പാ, ഗാർഡൻ വില്ലകൾ എന്നിവയും കപ്പലിലുണ്ട്. പൂളുകൾക്കും ഡാൻസ് ഫ്ലോറുകൾക്കും ചുറ്റും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നതാണ് നിബന്ധന. കപ്പലിന്റെ നിയമമനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ അടുത്ത തുറമുഖത്ത് കപ്പലിൽ നിന്ന് ഇറക്കിവിടും. വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ക്രൂയിസിലെ ടിക്കറ്റ് വില 43 ലക്ഷം രൂപ വരെ എത്തിയേക്കാം. എന്നാൽ ഇത്രയധികം പണം നൽകേണ്ടതുകൊണ്ട് പലരും വിമുഖത പ്രകടിപ്പിക്കുന്നുവെന്നാണ് കമ്പനി പറയുന്നത്. അതേസമയം കപ്പലിന്റെ ഡൈനിംഗ് ഹാളുകളിലും ക്യാപ്റ്റന്റെ സ്വീകരണത്തിലും സാംസ്കാരിക ആഘോഷങ്ങളിലും കപ്പൽ തുറമുഖത്തെത്തുമ്പോഴുമെല്ലാം വസ്ത്രം നിർബന്ധമാണ്. വാട്സപ്പ് വഴി കോപ്പിയടിച്ചത് പിടിച്ചതിനെ തുടർന്ന് 2027 വരെ പരീക്ഷ എഴുതാൻ കേരള സർവകലാശാല വിലക്കിയ SFI നേതാവിന് അതേ കോളേജിൽ വീണ്ടും പ്രവേശനം നൽകിയെന്ന് പരാതി. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാർത്ഥിയായിരുന്ന MP ആദർശനാണ് കഴിഞ്ഞ ദിവസം സ്പോട്ട് അഡ്മിഷനിൽ അതേ കോളേജിൽ BSc കെമിസ്ട്രിക്ക് പ്രവേശനം നൽകിയത്. 2016-ൽ BScക്ക് ചേർന്ന ആദർശിനെ കഴിഞ്ഞ മാർച്ചിൽ സപ്ലിമെന്ററി പരീക്ഷയിൽ കോപ്പിയടിച്ചതിനെ തുടർന്നാണ് വിലക്കിയത്. SFI മുൻ ഏരിയ സെക്രട്ടറിയാണ്. ചോദ്യപേപ്പർ വാട്സപ്പ് വഴി സുഹൃത്തിന് അയച്ചുകൊടുത്ത് ഉത്തരങ്ങൾ വാങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. കഴിക്കൂട്ടം പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ആദർശിനെ പിടികൂടിയത്. എഴുതിയ പരീക്ഷകൾ സർവകലാശാലയുടെ അച്ചടക്ക സമിതി റദ്ദാക്കി. 2025 മുതൽ 2 വർഷത്തേക്ക് സർവകലാശാലയുടെ പരീക്ഷകൾ എഴുതുന്നതും വിലക്കുകയും ചെയ്തു. BSc സ്റ്റാറ്റിസ്റ്റിക്സിന് പഠിച്ച കാലയളവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിന് അത്യാവശ്യം അപേക്ഷ നൽകിയിട്ടുണ്ട്. പുനഃപ്രവേശനം റദ്ദാക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വൈസ് ചാൻസലറിനും നിവേദനം നൽകി. പഠനം ഉപേക്ഷിച്ച പലരും പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി പിൻവലിച്ചത് മറയാക്കി രാഷ്ട്രീയ പ്രവർത്തക ലക്ഷ്യം വെച്ച് കോളേജുകളിൽ പുനഃപ്രവേശനം നേടുന്നതായി പരാതിയുണ്ട്. ജനറൽ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ യുവതി ദുരിതത്തിൽ. കാട്ടാക്കട കിള്ളി തൊളിക്കോട്ട് കോണം റസിയ മൻസിലിലെ സുമയ്യയാണ് പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകളുമായി കഴിയുന്നത്. 2023 മാർച്ച് 22-ന് സുമയ്യയുടെ തൈറോയിഡ് ഗ്രന്ഥി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. ഡോക്ടർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ എന്ന് സുമയ്യ പറഞ്ഞു. 8 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞു. കഴുത്തിലും കാലിലും ട്യൂബുകൾ ഇട്ടിരുന്നു. ശസ്ത്രക്രിയയുടെ മുറിവുകൾ കരിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ മുതൽ ശ്വാസമുട്ടലും കിതപ്പുമുണ്ടായി. നടക്കാനും വീട്ടുജോലിക്കും പ്രയാസമായി. അസ്വസ്ഥത തുടർന്നതിനാൽ സ്വകാര്യ ലാബിലെ ജോലി ഉപേക്ഷിച്ചു. ഡോക്ടറെ കണ്ട് മരുന്നു കഴിച്ചു. ഫലമുണ്ടായില്ല. കഴിഞ്ഞ മാർച്ചിൽ കടുത്ത ചുമയായി. മരുന്നുകൊണ്ട് ഫലമുണ്ടായില്ല. തുടർന്ന് വീടിന് സമീപത്തെ ക്ലിനിക്കിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തു. നെഞ്ചിനുള്ളിൽ എന്തോ അസ്വാഭാവികമായി കാണുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു. ഉടൻ എക്സ്റേയുമായി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെ കണ്ടു. മുൻപ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. മറ്റു ശസ്ത്രക്രിയകൾക്ക് വിധേയയായിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ശ്രീചിത്ര തിരുനാൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിലേക്ക് റെഫറൽ ചെയ്തു. അവിടെ എക്സ്റേ എടുത്ത് പരിശോധിച്ച ഡോക്ടർ ശസ്ത്രക്രിയയുടെ ഭാഗമായി ഉപയോഗിച്ച ഗൈഡ് വയറാണ് അകത്ത് കിടക്കുന്നതെന്നും ശസ്ത്രക്രിയയിലൂടെ അത് നീക്കം ചെയ്യാമെന്നും പറഞ്ഞു. അതിനു മുന്നോടിയായി CT സ്കാൻ എടുത്തു. ഈ റിപ്പോർട്ട് ലഭിച്ചപ്പോഴാണ് ഗൈഡ് വയർ നീക്കം ചെയ്യാനാകില്ല എന്ന് മനസ്സിലായത്. ശസ്ത്രക്രിയയ്ക്കു ശേഷം ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നുകളും നൽകാനായുള്ള സെൻട്രൽ ലൈൻ ഇട്ടു. ഇതിന്റെ ഗൈഡ് വയറാണ് നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു. ഗൈഡ് വയർ തിരികെ എടുക്കാത്തതിനാൽ രക്തത്തിലൂടെ നെഞ്ചിലെത്തിയെന്നാണ് നിഗമനം. ധമനികളുമായി ഒട്ടിച്ചേർന്ന ഗൈഡ് വയർ ഇനി തിരികെ എടുത്താൽ ഹൃദയത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നും അവർ അറിയിച്ചു. സുമയ്യ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. ആശുപത്രിക്ക് ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ദിവ്യ സദാശിവൻ പറഞ്ഞു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. ജനറൽ ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നെടുമങ്ങാട് തൊളിക്കോട്ട് സ്വദേശി 17 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് തലനാരിഴയ്ക്ക്. തിങ്കളാഴ്ച നടന്ന അപ്പൻഡിക്സ് ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടിക്ക് അമിത രക്തസ്രാവമുണ്ടായി. ഇത് നിയന്ത്രിക്കാനായില്ല. ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ശ്രീചിത്രയിൽ നിന്നും വാസ്കുലാർ സർജന്റെ സേവനം തേടി. എന്നാൽ ലഭിച്ചില്ല. ഒടുവിൽ സ്വകാര്യ ആശുപത്രിയിലെ വാസ്കുലാർ സർജനെ വിളിച്ചുവരുത്തി. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നടത്തിയ ചികിത്സയിലാണ് ജീവൻ രക്ഷിച്ചത്. ഇന്നലെ കുട്ടിയെ ജനറൽ ഹോസ്പിറ്റലിൽ തിരികെ എത്തിച്ചു. ഇപ്പോൾ സർജറി ICUവിലാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് സ്വകാര്യ ആശുപത്രിയിലെ ചിലവുകൾ വഹിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി. പുതിയ ബ്ലോക്കിലെ തടവുകാരൻ UT ദിനേശിൽ നിന്നാണ് മൊബൈൽ പിടിച്ചെടുത്തത്. സെല്ലിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ.
ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ നിരവധി ഫോണുകളാണ് ജയിലിൽ നിന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ജയിലിലേക്ക് മൊബൈൽ എറിഞ്ഞു നൽകാൻ ശ്രമിച്ച ഒരാൾ പിടിയിലായിരുന്നു. ഓണം പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ വിവിധ വിഭാഗങ്ങൾക്ക് ഉത്സവബത്ത പ്രഖ്യാപിച്ചു. പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണം ആശ്വാസമായി 2250 രൂപ വീതം എക്സ്ഗ്രേഷ്യ ലഭിക്കും. ഇത്തവണ 250 രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 425 ഫാക്ടറികളിലെ 13,835 തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. എല്ലാവർക്കും 250 രൂപയുടെ വീതം അരിയും വിതരണം ചെയ്യും. ഇതിനായി 3.46 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കും പെൻഷൻകാർക്കുമുള്ള ഓണം ഉത്സവബത്ത വർദ്ധിപ്പിച്ചു. ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവബത്ത 500 രൂപ ഉയർത്തി 7,500 രൂപ ലഭിക്കും. പെൻഷൻകാർക്കുള്ള ഉത്സവബത്ത 2,500 രൂപയിൽ നിന്ന് 2,750 രൂപയായി വർദ്ധിപ്പിച്ചു. 37,000 സജീവ അംഗങ്ങൾക്കും 8,700 പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക. ഇതിനായി 30 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിനായി 1000 രൂപയുടെ വീതം ഗിഫ്റ്റ് കൂപ്പണുകൾ വിതരണം ചെയ്യും. 2,149 തൊഴിലാളികൾക്ക് കിറ്റ് ഉറപ്പാക്കാൻ 21.49 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ ഖാദി തൊഴിലാളികളുടെ ഓണക്കാല ഉത്സവബത്ത 250 രൂപ വർദ്ധിപ്പിച്ചു. 2,000 രൂപ വീതം ലഭിക്കും. 12,500 തൊഴിലാളികൾക്കാണ് അർഹത. ഇതിനായി 2.50 കോടി രൂപ അനുവദിച്ചു. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി 50 കോടി രൂപയുടെ അധിക സഹായം സർക്കാർ അനുവദിച്ചു. മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയത്. 3,79,284 തൊഴിലാളികൾക്ക് ഓണക്കാല ആനുകൂല്യം ലഭിക്കും. കയർ, മത്സ്യബന്ധനം, കൈത്തറി, ഖാദി, ഈറ്റ, കാട്ടുവള്ളി, തഴ, ബീലി ആൻഡ് സിഗാർ മേഖലകളിലെ ഇൻകം സപ്പോർട്ട് സ്കീം ആനുകൂല്യമാണ് വിതരണം ചെയ്യുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണസമ്മാനമായി 1,250 രൂപ വീതം നൽകുമെന്ന് തദ്ദേശ മന്ത്രി MB രാജേഷ് അറിയിച്ചു. കഴിഞ്ഞ വർഷം നൽകിയിരുന്ന ഉത്സവബത്ത 1000 രൂപയായിരുന്നു. 250 രൂപ വർദ്ധിപ്പിച്ച് 1,250 രൂപയാണ് ഇക്കുറി ഉത്സവബത്ത നൽകുന്നത്. ഷാഫി പറമ്പിലമ്പിയെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന് നേരെ പ്രവർത്തകർ തീപ്പന്തമെറിഞ്ഞു. പോലീസ് ജലപീരങ്കിയും ലാത്തിചാർജും നടത്തി. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലേറും നടത്തി. ഇന്ന് ഉച്ചയോടെയാണ് വടകരയിൽ ഷാഫി പറമ്പിലിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കിയില്ലേ എന്ന മുദ്രാവാക്യവുമായാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷാഫിയുടെ കാർ തടഞ്ഞത്. കാറിൽ നിന്നിറങ്ങിയ ഷാഫി രൂക്ഷമായി പ്രതികരിച്ചതോടെ പോലീസ് ഷാഫിക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കുമിടയിൽ നിരന്നു. തെറി പറഞ്ഞാൽ കേട്ടുനിൽക്കില്ലെന്നും ആരെയും പേടിച്ചു പോകില്ലെന്നുമായിരുന്നു കാറിൽ നിന്നിറങ്ങിയ ഷാഫിയുടെ പ്രതികരണം. അതിന് വേറെ ആളെ നോക്കണം. നായെ പട്ടി എന്നൊക്കെ വിളിച്ചാൽ കേട്ടുനിൽക്കുമെന്ന് കരുതേണ്ട. സമരം ചെയ്യാനുള്ള അവകാശം മാനിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ സമരം ചെയ്യുമെന്നും സമരക്കാരുടെ ഷാഫി പറഞ്ഞു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യവുമായി നിലകൊണ്ടതോടെ പോലീസ് വലയത്തിൽ നിന്നിറങ്ങിയ ഷാഫി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച ശേഷമാണ് മടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവീയം ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഹൈക്കോടതിയിൽ. സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും ദേവസ്വം ബോർഡിന്റെ ചുമതലകൾക്ക് വിരുദ്ധമാണെന്നും ഹർജിയിലെ ആരോപണം. മതേതര സർക്കാരിന് മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ നിയമപരമായി അധികാരമില്ല. ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാർ പണം മുടക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അയ്യപ്പ സംഗമം രാഷ്ട്രീയ വാണിജ്യ ലക്ഷ്യങ്ങളോടെയാണെന്നും ഹർജിയിൽ ആരോപണമുണ്ട്. ശബരിമല തീർത്ഥാടനത്തിന്റെയും ഹിന്ദുമത വിശ്വാസികളുടെയും പേരിൽ ഒരു രാഷ്ട്രീയ പരിപാടി നടത്താൻ ദേവസ്വം ബോർഡിനെ കൂടി വലിച്ചിഴയ്ക്കുകയാണെന്നും ഹർജിയിൽ ആരോപണമുണ്ട്. ദേവസ്വം ഫണ്ടിൽ നിന്നെടുക്കുന്ന പണമാണ് ഇതിനുപയോഗിക്കുന്നതെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിന് അനുസൃതമാകണമെന്നും ഹർജിയിൽ പറയുന്നു. സെപ്റ്റംബർ 20-നാണ് ആഗോള അയ്യപ്പ സംഗമം. അധിക തീരുവ പ്രാബല്യത്തിൽ വന്നതോടെ നഷ്ടം മറികടക്കാൻ പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ. UK, ദക്ഷിണ കൊറിയ, ജപ്പാൻ, മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ തുടങ്ങിയവരുമായി ചർച്ച നടത്തി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി കണ്ടെത്താനുള്ള നീക്കം സജീവമായി. ഏകദേശം 40 രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ച നടത്തിയതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീരുവ വർധന മൂലം ഇന്ത്യക്ക് US വിപണിയിൽ ഉണ്ടാക്കുന്ന നഷ്ടം ഏകദേശം $4,800 കോടി, 4.21 കോടി ലക്ഷം രൂപയാണ്. വസ്ത്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രാധാന്യം നൽകിയാണ് കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത്. ചർച്ച നടത്തിയ 40 രാജ്യങ്ങളിലാകെ $59,000 കോടി, 51.76 ലക്ഷം കോടി രൂപയുടെ തുണിത്തരങ്ങളാണ് പ്രതിവർഷം ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ ഈ രാജ്യങ്ങളിൽ നിലവിൽ ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങൾക്കുള്ള വിപണി വിഹിതം ഏതാണ്ട് 6% മാത്രമാണ്. ഇത് വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ, തുകൽ ഉൽപ്പന്നങ്ങൾക്കും പുതിയ വിപണി കണ്ടെത്തും. യൂറോപ്പ്, പടിഞ്ഞാറൻ ഏഷ്യ എന്നീ മേഖലകൾക്ക് പുറമെ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ രാജ്യങ്ങൾ
രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. ഇതിനായാണ് GST നിരക്കുകൾ കുറയ്ക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഉരുട്ടിക്കൊല കേസിലെ പ്രതികളായ മുഴുവൻ പോലീസുകാരെയും വെറുതെ വിടാൻ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് കേസ് അന്വേഷണത്തിലും തുടർ നടപടി പ്രക്രിയകളിലും CBI വരുത്തിയ വീഴ്ചകളാണ്. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ മൊഴികളിലെല്ലാം വൈരുദ്ധ്യം കാണുന്നുവെന്നും മാപ്പ് സാക്ഷികളുടെ മൊഴികളിൽ അന്വേഷണത്തിലെ ന്യൂനതകൾ ദൃശ്യമാണെന്നും ഉത്തരവിൽ പറയുന്നു. സംശയത്തിനതീതമായി കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. തെറ്റായതും കളങ്കിതവുമായ അന്വേഷണം ചെന്നെത്തുക പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെടുന്നതിലായിരിക്കും. അതുകൊണ്ട് തന്നെ കോടതി മുൻപാകെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന തെളിവുകൾ പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പര്യാപ്തമല്ല എന്ന് വ്യക്തമാക്കിയാണ് കേസിലെ 4 പ്രതികളെയും ജസ്റ്റിസുമാരായ രാജ വിജയരാഘവനും KV ജയകുമാറും എന്നിവർ ബെഞ്ച് വെറുതെ വിട്ടത്. കേസിൽ 1-ാം പ്രതിക്ക് വിധിച്ചിരുന്ന വധശിക്ഷയും കോടതി റദ്ദാക്കി. CBI നടത്തിയ അന്വേഷണം അടിസ്ഥാനപരമായി തന്നെ കളങ്കിതവും ന്യൂനതകളുമുള്ളതാണെന്ന് വിധിന്യായത്തിൽ കോടതി പറയുന്നു. അതിനുദാഹരണമായി ഒട്ടനവധി കാര്യങ്ങളും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുതിയ FIR രജിസ്റ്റർ ചെയ്തത് മുതൽ അത് തുടങ്ങുന്നു. തുടരന്വേഷണം നടത്താനായിരുന്നു CBIയോട് ആവശ്യപ്പെട്ടതെങ്കിലും അവർ നടത്തിയത് പുനരന്വേഷണമായിരുന്നു. ഇതിനൊപ്പമാണ് സാക്ഷികളുടെ അറസ്റ്റും പിന്നീട് അവരെ മാപ്പുസാക്ഷിയാക്കലും. മാപ്പുസാക്ഷിയാകുന്നയാൾ വിശ്വസനീയമായ സാക്ഷിയാണെന്നതിന് തെളിവുണ്ടാകണം. അതോടൊപ്പം മാപ്പുസാക്ഷിയുടെ മൊഴിയെ സാധൂകരിക്കുന്ന മറ്റു തെളിവുകളും ആവശ്യമാണ്. എന്നാൽ CBI കസ്റ്റഡിയിൽ അനുഭവിക്കേണ്ടി വന്ന സമ്മർദ്ദത്തെ തുടർന്നാണ് മാപ്പുസാക്ഷിയാകേണ്ടി വന്നതെന്നാണ് ഇവർ പിന്നീട് മൊഴിയായി നൽകിയിട്ടുള്ളത്. ഇതാകട്ടെ പല മാപ്പുസാക്ഷികളും മുൻപ് നൽകിയിട്ടുള്ള മൊഴികൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ മാപ്പുസാക്ഷികൾ പലരും സമർപ്പിച്ച തെളിവുകൾ കളങ്കിതമാണെന്നും സ്വതന്ത്രമായി പരിശോധിക്കാതെ അവയിന്മേൽ നടപടികൾ സാധ്യമല്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. CBI ഇത്തരത്തിൽ മാപ്പുസാക്ഷികളാക്കിയവരെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയും അവർ സമർപ്പിച്ച തെളിവുകളിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് കോടതി ഹർജിക്കാരെ വെറുതെ വിട്ടത്. നഗരത്തിലെ ശ്രീ കണ്ഠേശ്വരം പാർക്കിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കിഴിപ്പാലം കീഴാർന്നൂർ കുഞ്ഞമുറം വീട്ടിൽ ഉദയകുമാർ 2005 സെപ്റ്റംബർ 27 രാത്രി 10:30 മരിച്ചുവെന്നായിരുന്നു കേസ്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് മറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് 2008 ആഗസ്റ്റിൽ CBI ഏറ്റെടുത്തത്. ഫോർട്ട് സ്റ്റേഷനിലെ പോലീസുകാരായ K ജിതുകുമാർ, SV ശ്രീകുമാർ, പിന്നീട് DYSP ആയ അജിത് കുമാർ, മുൻ SP മാരായ EK സാബു, TK ഹരിദാസ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ഇതിൽ 1-ാം പ്രതി ജിതുകുമാറിനും 2-ാം പ്രതി ശ്രീകുമാറിനും തിരുവനന്തപുരം പ്രത്യേക CBI കോടതി 2018 വധശിക്ഷ വിധിച്ചു. ഇതിൽ ശ്രീകുമാർ 2020 മരണപ്പെട്ടു. 4 മുതൽ 6 വരെ പ്രതികളായ അജിത് കുമാർ, EK സാബു, TK ഹരിദാസ് എന്നിവർക്കെതിരെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കൃത്രിമരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. 3 വർഷം തടവായിരുന്നു ഇവർക്ക് ശിക്ഷ. കൊല നടക്കുമ്പോൾ അജിത് കുമാർ ഫോർട്ട് സ്റ്റേഷനിൽ SI-യും സാബു CI-യുമായിരുന്നു. ഹരിദാസ് അസിസ്റ്റന്റ് കമ്മീഷണറും. മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ടുരുട്ടിയ 22 ഗുരുതര പരിക്കുകൾ ഉദയകുമാറിന്റെ മൃതദേഹത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനുപയോഗിച്ച പൈപ്പ് കോടതിയിൽ തിരിച്ചറിയുകയും ചെയ്തു. എന്താണ് ഈ കോടതി എന്നെയും കൊന്നു കളഞ്ഞിട്ടില്ലേ? അത്ര വേദനയോടെയാണ് നിൽക്കുന്നത്. ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ എല്ലാ പ്രതിവരെയും വെറുതെ വിട്ട ഹൈക്കോടതി വിധിയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഇനി ആരെ കൊല്ലാൻ വേണ്ടിയാണ് അവരെ വെറുതെ വിട്ടതെന്നും പ്രഭാവതി ചോദിച്ചു. ദൈനംദിന ചെലവിന് പോലും പണമില്ല. കോടതി വിധിക്കെതിരെ മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയുമില്ല. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാണ് കോടതി പ്രതികളെ ശിക്ഷിച്ചത്. ആരൊക്കെ സ്വാധീനിച്ചാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്നറിയില്ല. സഹായം തേടി ആരെ സമീപിക്കുമെന്നറിയില്ല. 20 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പ്രതികൾ രക്ഷപ്പെട്ടിരുന്നതിന്റെ കടുത്ത വേദനയാണ് പ്രഭാവതിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. നഗരത്തിലെ ശ്രീ കണ്ഠേശ്വരം പാർക്കിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത കിഴിപ്പാലം കീഴാർന്നൂർ കുന്നുംപുറം വീട്ടിൽ ഉദയകുമാർ 2005 സെപ്റ്റംബർ 27 രാത്രി 10:30 മരിച്ചുവെന്നായിരുന്നു കേസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം മോഷണക്കുറ്റം ആരോപിച്ച് പിടികൂട്ടിയ ഉദയകുമാറിനെ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കി കൊന്നുവെന്നായിരുന്നു CBIയുടെ കണ്ടെത്തൽ. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് മരിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി പ്രഭാവതി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് 2008 CBI ഏറ്റെടുത്തത്. എന്റെ ഗുണ്ടകൾ ഒരുത്തനെ തല്ലിക്കൊന്നിട്ടുണ്ട്. സ്കൂളിൽ സഹപാഠിയായിരുന്ന മേലുദ്യോഗസ്ഥനോട് ഫോണിൽ ഫോർട്ട് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ വിജയകുമാർ പറഞ്ഞ വാചകമാണ് ഉരുട്ടിക്കൊല കേസിൽ CBIക്ക് നിർണായക തെളിവായത്. ഇത് മുഖ്യ തെളിവിലൊന്നായി കുറ്റപത്രികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഫോർട്ട് സ്റ്റേഷനിലെ പോലീസുകാരായ K ജിതുകുമാർ, SV ശ്രീകുമാർ, പിന്നീട് DYSP ആയ അജിത് കുമാർ, മുൻ SP മാരായ EK സാബു, TK ഹരിദാസ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. ഇതിൽ 1-ാം പ്രതി ജിതുകുമാറിനും 2-ാം പ്രതി ശ്രീകുമാറിനും 2018 തിരുവനന്തപുരം പ്രത്യേക CBI കോടതി വധശിക്ഷ വിധിച്ചു. ഇതിൽ ശ്രീകുമാർ 2020 മരണപ്പെട്ടു. 5 മുതൽ 6 വരെ പ്രതികളെ അജിത് കുമാർ, EK സാബു, TK ഹരിദാസ് എന്നിവർക്കെതിരെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കൃത്രിമരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. 3 വർഷം തടവായിരുന്നു ഇവർക്ക് ശിക്ഷ. കൊല നടക്കുമ്പോൾ അജിത് കുമാർ ഫോർട്ട് സ്റ്റേഷനിലെ SI-യും സാബു CI-യുമായിരുന്നു. മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ടുരുട്ടിയ 22 ഗുരുതര പരിക്കുകൾ ഉദയകുമാറിന്റെ മൃതദേഹത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിനുപയോഗിച്ച പൈപ്പ് കോടതിയിൽ തിരിച്ചറിയുകയും